സ്കൂളിൽ പോകണമെന്ന് പറയണതാ. പോയിട്ട് വരാന്ന് പറ. പൗഡർ ഇരിക്കണം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആമിക്കുട്ടിയും ആലും സ്കൂളിൽ പോകുന്നതോടുകൂടി നമ്മുടെ വ്ലോഗ് ഇവിടെ തുടങ്ങണം കേട്ടോ. എപ്പോഴും വിചാരിക്കും തലേ ദിവസം വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിച്ച് നോക്കുമല്ലോ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ രാവിലെ തുടങ്ങി എല്ലാം കാണിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഷൂട്ട് ചെയ്യാനൊക്കെയുള്ള നേരം കിട്ടാറില്ല കേട്ടോ. കാരണം രാവിലെ ഒരു തിരക്കായിരിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ടിട്ട് കാലത്തുള്ള കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പിള്ളേർ പോയ ഉടനെ തന്നെ ഞാൻ പോയി ഉള്ള പാത്രങ്ങളൊക്കെ എല്ലാം തേച്ച് കഴുകി വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയിട്ടാണ്. കുളിച്ചിട്ടാണ് പിന്നെ വീണ്ടും വന്ന് പുട്ടുണ്ടാക്കണത്. ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. ആ ഉപ്പും പുളിയൊക്കെ പിടിച്ച് പറ്റിച്ച് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടേ പുട്ടും ചെറുപയർ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ട് ഞാൻ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി മാത്രം ആദ്യം ഒരു കണ ഉണ്ടാക്കി അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ച്. പിന്നെ ചേട്ടൻ വരുമ്പോഴല്ലേ ചായ കുടിക്കുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെച്ച് വെള്ളമൊക്കെ പോകാൻ വേണ്ടി അവിടെ ആ കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചേട്ടൻ വരാൻ നേരമായി. എന്നാൽ പുട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അടുക്കളയിലോട്ട് വീണ്ടും കയറിയിട്ടാ. അങ്ങനെ പുട്ടുകുടത്തിൽ ഇതേ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. രാവിലെ എടുത്ത പാത്രങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് മുഴുവനും. അപ്പോൾ അതെല്ലാം വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഒതുക്കി അത് സ്ഥാനത്ത് വെക്കണേണേ. അപ്പോൾ 2 പേർക്കും സ്കൂളിലോട്ട് കറിയായിട്ട് കൊടുത്തുവിട്ടതും ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി അമ്മ എനിക്കിന്ന് പപ്പടം മതിയെന്ന്. അപ്പോൾ പപ്പടമാണെങ്കിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോവാൻ നേരത്തെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്ത് കറിയാൻ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പപ്പടമെന്ന്. ഇനി വരുമ്പോൾ പറയും കേട്ടോ അമ്മ എന്നെ പറ്റിച്ചല്ലേ എന്നും പറഞ്ഞിട്ട് വണ്ടി ഇറങ്ങി ഇങ്ങോട്ട് വന്ന് വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം ഇതായിരിക്കും എന്നോട് പറയാൻ പോണത്. അങ്ങനെ പാത്രങ്ങളൊക്കെ എല്ലാം ഒതുക്കി വെച്ച ശേഷം നമ്മുടെ ആ ഫ്രിഡ്ജിൻ്റെ ആ പിടിയില്ലേ അതിൻ്റെ അവിടെ ഞാനിങ്ങനെ ഒരു ടവൽ ചുറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ കൊണ്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് ദിവസമായി അതൊന്ന് മാറ്റണം. അപ്പോൾ അതൊന്ന് തീരുമാനം എടുത്തിട്ട് ഞാൻ വേറെ തുണി കൊണ്ടുവന്ന് വെച്ചും അവിടെ പിൻ ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ അവിടെ തുണി അങ്ങനെ വെക്കട്ടെ. നമ്മളെപ്പോഴും നമ്മൾ അടുക്കളയിൽ നനഞ്ഞ കൈയായിരിക്കുമല്ലേ, എപ്പോഴും നനഞ്ഞ കൈയായിരിക്കും. അപ്പോൾ ആ ഒരു നനഞ്ഞ കൈ കൊണ്ട് അവിടെ പിടിച്ച് അത് തുരുമ്പൊന്നും പിടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനപ്പോൾ അതങ്ങനെ ടവൽ അങ്ങനെ ചുറ്റി വെച്ചേക്കണത്. അങ്ങനെ ആദ്യത്തെ കണപ്പുട്ട് അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചില നേരം ഇങ്ങനെ എന്താ പറയുക മടി വരുന്ന സമയത്ത് ഇങ്ങനെ കണയിൽ പുഴുങ്ങിയെടുക്കാൻ മടി വരുന്ന നേരത്തെ ഞാൻ നമ്മുടെ ഇഡ്ഡലിച്ചെമ്പിൽ പുട്ടുണ്ടാക്കിയെടുക്കും. പിന്നെ ഉണ്ടാക്കണതാണ് ചിരട്ടപ്പുട്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഈ കണയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മടിയുണ്ട്. അത് ഞാൻ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം മടി വരാനുള്ള കാരണം. അങ്ങനെ ആദ്യത്തെ പുട്ട് ആവി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൊട്ടി ഇനി തള്ളി പുറത്തേക്കിടാം. അപ്പുറത്തടുപ്പിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. പാലുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പുട്ടിൻ്റെ ഒപ്പം ചായയും കൂടെ കുടിക്കാമെന്ന് ഓർത്തിട്ട് ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാനിനിയിപ്പോൾ ഒരു ദിവസം ഞാനില്ലേ 3 ചായ കുടിക്കാറുണ്ട്. 3 ചായ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ചായ ഇല്ലാണ്ട് എനിക്ക് എന്താ പറയുക ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചായ രാവിലെ, പിന്നെ 11 മണിക്ക് ഒരു ചായ, വൈകിട്ട് ഒരു ചായ ആ സമയത്ത് കുടിക്കണോണ്ടിട്ടേ കുടിക്കാതിരുന്ന തലവേദനയാണ്, ഭയങ്കര തലവേദനയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ ചായ രാവിലത്തെ 2 എണ്ണം അങ്ങോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് മീഷോയിൽ. അത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനത് തുടങ്ങും. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പിന്നെ വഴിയെ പറയാം കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റണില്ല, ഇതിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. അതൊക്കെ ആ സാധനം വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഏതെങ്കിലും ഒരു വ്ളോഗിലോ ഷോർട്സിലാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വരാനായിട്ട് ഇച്ചിരി ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് ചായ കുടിക്കാം, ആ കൊതി അങ്ങോട്ട് തീർക്കാം. അപ്പോൾ അപ്പുറത്ത് ആ ചായ തിളക്കുന്നുണ്ട്. തിളക്കണ നേരത്ത് ഞാൻ നമ്മുടെ ചായപ്പൊടി വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഇനി ഇച്ചിരി ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് കരുതിയിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഒരു ഇച്ചിരി അസ്വസ്ഥതകളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് പഞ്ചസാരയുടെ ഉപയോഗം ഇച്ചിരി കൂടുതലാണ്. ഞാനൊരു മധുരപ്രേമിയാണ്. അതുകൊണ്ടിട്ട് അതൊക്കെ ഒന്ന് ഇച്ചിരി കുറക്കാമെന്ന് കരുതിയിരിക്കുന്നുണ്ട്. കാരണം മധുരം കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിന് വരുന്ന മാറ്റം എനിക്ക് നന്നായിട്ട് മനസ്സിലാകാനുണ്ട്.
പക്ഷെ അത് ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർക്കത് മനസ്സിലാവണമെന്നില്ല. ഞാനിവിടെ ചേട്ടനോട് പറയും, ചേട്ടാ എനിക്കിത്തിരി വണ്ണം വെച്ചല്ലേ. പിന്നെ എന്ത് വണ്ണമാണെന്നറിയാമോ, വാതിലെ കൂടി കടക്കണില്ല, വാതിലിനി പൊളിച്ചു മാറ്റാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ. അയ്യോ, ഞാനൊരു കാര്യം മറന്നു പോയി കേട്ടോ. ഞാൻ എന്താ ഈ ആക്ഷൻ കാണിച്ചതെന്നാ, രണ്ടാമത്തെ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടേ ആവി വന്നില്ല. എൻ്റെ പുട്ട് ഊറ്റിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് എന്നെ ചതിക്കും. അങ്ങനെ രാവിലെ തന്നെ എനിക്ക് പുട്ട് കെട്ടിൻ്റെ പണി തന്നു. പിന്നെ കുറേ നേരം ഞാൻ തിരിച്ച് മറിച്ച് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിച്ചും പിടിച്ചൊക്കെ വെച്ച് നോക്കിയിട്ട് വന്നില്ല, ആവി മുകളിൽ കൂടി വന്നില്ല, താഴത്തെ കൂടി എല്ലാ ഭാഗത്തു കൂടി ആവി പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇനിയിപ്പോൾ നടക്കണ ലക്ഷണമില്ല. ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് നമ്മുടെ ചിരട്ടപ്പുട്ടില്ലേ, ചിരട്ടപ്പുട്ടിൽ അടുപ്പത്തേക്ക് കയറ്റാമെന്ന് കരുതിയിട്ട് പിന്നെ ആ പുട്ടുകണ എടുത്തിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മുടെ ചിരട്ടപ്പുട്ടിനകത്തോട്ട് തട്ടിക്കൊടുത്ത്. അങ്ങനെയാണ് പുട്ടായി കിട്ടിയത്. എപ്പോഴും ഞാൻ വിചാരിക്കും പുട്ടുകണ ഇങ്ങനത്തെ പണി കാണിക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും, ഓ പുട്ടുകണ മാറാറായിട്ടുണ്ട്, പുട്ടുകണ മാറണമെന്ന്. പിന്നത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് വരും. ചില സമയങ്ങളിലാണ് കേട്ടോ കുളമായി കിട്ടണത്, ചില നേരത്തെ നന്നായിട്ട് വരും. അപ്പം പിന്നെ നന്നായിട്ട് വരുമ്പോൾ പിന്നെ ഞാൻ ആ കാര്യം മറന്നും പോകും. പിന്നെ ഞാനൊരു പണി ചെയ്യും കേട്ടോ, തുണിയില്ലേ, തുണി കഷ്ണം ഇങ്ങനെ ആ പുട്ട് കാണയുടെ സൈഡിൽ ഇങ്ങനെ കെട്ടി വെക്കും. ഞാനൊരു തുണി കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ അവിടെ കാണാനില്ല. പിന്നെ എനിക്ക് വേറെ കഷ്ണം പോയി മുറിച്ചുകൊണ്ട് വന്ന് തപ്പി പിടിച്ചൊക്കെ എടുക്കണം. പോയി മുറിച്ചുകൊണ്ട് വന്ന് കെട്ടി പിടിച്ചൊക്കെ നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ടിട്ട് ഞാൻ കരുതി ഇനിയിപ്പോൾ കുക്കറിൽ തന്നെ നമ്മുടെ ചിരട്ടപ്പുട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. നമ്മളെ ഒരു കാര്യം പറഞ്ഞ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മധുരത്തിൻ്റെ കാര്യം. അപ്പം മധുരം ഞാൻ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പോകുന്നുണ്ട്. തീരെയല്ല, കുറേശ്ശെ ആയിട്ടോ. അപ്പം നമുക്ക് ആദ്യം ചായയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ ഒരു സാധനം ഓർഡർ ചെയ്തേക്കണത്. അപ്പോഴേ ഇപ്പോഴെങ്ങും അല്ല കേട്ടോ, ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ, അതായത് 1 വർഷം മുമ്പൊക്കെ ഞാൻ നടക്കാൻ വേണ്ടി പോകുമായിരുന്നു, വൈകുന്നേരം പാട്, രാവിലെ അല്ല വൈകുന്നേരം പാട് നടക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ചേട്ടൻ കളിയാക്കും, പിന്നെ അമ്മ കളിയാക്കും. അമ്മ വിളിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അമ്മ കളിയാക്കും. പിന്നെ കാണുന്ന ആരെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ എവിടെ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയും നടക്കാൻ ഇറങ്ങിയെന്ന് പറയുമ്പോൾ അവരൊക്കെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് വണ്ണം ഉണ്ടായിട്ടാണ് ഈ ഉള്ള വണ്ണം കുറക്കാൻ വേണ്ടി പോണേണ, അങ്ങനെയാണ് ഇങ്ങനെ ഒന്നാമത് ആശു പോലെ ഇരിക്കണേണ്, പിന്നെ എന്തിനായി നടക്കാൻ പോകണമെന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കും കേട്ടോ. ഞാൻ അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഒരു ശരീരപ്രകൃതി അനുസരിച്ച് എനിക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള വണ്ണത്തിൽ നിന്ന് ഒരു ഇച്ചിരി വണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം അറിയാൻ പറ്റും. ഒന്നാമത് ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കതപ്പ് വരും, എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ ഞാനപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ഭക്ഷണം കുറക്കും, പിന്നെ നടക്കാനൊക്കെ പോകും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരുടെയും കളിയാക്കൽ കാരണം ഞാൻ നിർത്തി. പിന്നെ എനിക്കത് പോകാനിട്ട് പിന്നെ ഞാൻ മടിഞ്ഞങ്ങോട്ട് പൊതുവേ. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, വണ്ണമുള്ള ആൾക്കാർ മാത്രം നടക്കാൻ പോയാലേ ശരിയാവുള്ളൂ. അങ്ങനെയൊന്നും ഇല്ലട്ടോ, വണ്ണമില്ലാത്ത ആൾക്കാരും വണ്ണമുള്ള ആൾക്കാരും എന്തെങ്കിലും ഒരു എക്സസൈസ് ഒരു അരമണിക്കൂർ നമ്മൾ ചെയ്യണത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇപ്പം നമ്മളുടെ ടെറസിലാണെങ്കിൽ പോലും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ പോലും മതി. അതിവിടെ നടക്കാൻ പറ്റുമെങ്കിൽ കൂടി ഞാൻ കുറച്ചും കൂടി ആകുമെന്ന് കരുതിയിട്ടാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ദ്രോണാചാര്യയില്ലേ അവിടം വരെ നടന്ന് അവിടുന്ന് തിരിച്ചിങ്ങോട്ടും നടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ എന്തായാലും നടക്കാനൊന്നും പോണില്ല, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഓർത്തിരിക്കണേ. വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയത് കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ പോയി കഞ്ഞിക്ക് വെള്ളവും വെച്ച് അരിയെല്ലാം കഴുകിയിട്ടിട്ട് പിന്നെ ഇതേ കുറച്ച് തുണി അലക്കിയിട്ടുണ്ടായി. അപ്പോൾ അത് കൊണ്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ കഞ്ഞി തിളച്ച് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കുറച്ച് ഗ്യാസ് അടപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കറി ഇച്ചിരി മീൻ കറി ഇന്നലത്തെ ഇരിപ്പുണ്ട്, 2-3 തലക്കഷ്ണവും ഒരു വാഴക്കായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഈ കടലപ്പരിപ്പും കൂടി എളുത്തിക്കഴിഞ്ഞാൽ ഉച്ചക്കത്തൊക്കെയുള്ള കറിയായി. രാത്രി വൈകുന്നേരത്തേക്ക് കക്ക മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വൈകുന്നേരം പാടാണ് നല്ല ഫ്രഷ് കക്ക കിട്ടുള്ളൂ. അത് മുണ്ടവലിയിൽ നിന്നാണ് ഞങ്ങൾ എപ്പോഴും വാങ്ങാറ്. പിന്നെ ഒരു ചേട്ടൻ കൊണ്ടുവരുമായിരുന്നു. അത് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് ആ ചേട്ടനെ കണ്ടിട്ടില്ല. മാനാശ്ശേരിയിൽ മുണ്ടമ്പലൊക്കെ വരുമായിരുന്നു 5 മണിയാകുമ്പോൾ. പക്ഷെ ഇങ്ങോട്ടൊന്നും ആ ചേട്ടനെ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുണ്ടമ്പലിൽ പോയാൽ വാങ്ങണത്. അപ്പോൾ നമുക്കിനി വൈകുന്നേരം കക്ക വെക്കാമെന്ന് ഓർത്ത്. അതുകൊണ്ടിട്ട് ഇത് മീനൊന്നും വാങ്ങിയില്ല. ഇന്നലെ അയില വാങ്ങി കറി വെച്ചിട്ടേ എന്താ പറയാ, 2 ദിവസത്തിൽ മീൻ കൂട്ടിയത് കൊണ്ടിട്ട് കുഴപ്പമില്ലാതെ കഴിച്ചെന്നാലും നല്ല വലിയ രുചിയൊന്നും ഇല്ല കേട്ടോ. നമ്മളെ എപ്പോഴും 1/2 കിലോ 1 കിലോ 200 രൂപ, 1/2 കിലോനൊക്കെ വാങ്ങൂല, 100 രൂപക്കൊക്കെ വാങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നല്ല രുചിയുള്ള മീനായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്ന പിറ്റേ ദിവസം 1 കിലോ വാങ്ങാമെന്ന് വിചാരിക്കും. വാങ്ങുമ്പോൾ എന്താ അത് ചിലപ്പോൾ കൊള്ളില്ലാത്തതെന്നല്ല, പച്ച മീൻ തന്നെ ആയിരിക്കും, പക്ഷെ രുചി ഉണ്ടാവില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല. ഇന്നലെ ഇപ്പോൾ 1 കിലോ അയില വാങ്ങിയത്, പക്ഷെ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. വറുത്തിട്ട് പിന്നെയും കൊള്ളാതെ കറി അങ്ങനെ വലിയ
മീനിന് രുചിയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ കറി ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ പിടിച്ച് ഞാൻ നല്ല ഗ്രേവിയൊക്കെ അരപ്പൊക്കെ പറ്റിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. രാവിലെ ചൂടാക്കി വെച്ചല്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇച്ചിരി കടലപ്പരിപ്പ് ഇരിപ്പുണ്ട്, അതും കൂടെ വെക്കുമ്പോൾ ഉച്ചക്കത്തൊക്കെയുള്ള കറിയൊക്കെ. വൈകുന്നേരം നമുക്ക് കക്ക മേടിച്ച് വറുക്കുകയും ചെയ്യാം. രസവും കാച്ചാന്ന് ഓർത്തിരിക്കണേ. രസം വെച്ചിട്ട് കുറേ നാളായി. അപ്പോൾ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയെന്ന് പറഞ്ഞാൽ ഈ കടലപ്പരിപ്പും കൂടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ പണീൻ്റെ കഴിഞ്ഞിട്ട് പെരടകം ഒന്ന് അടിച്ചിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യമേ പെരടകം അടിച്ചിട്ടിട്ട് പരിപ്പ് എഴുതാൻ വരാം. ഇന്നലെ നമുക്ക് പേസ് പരിപ്പ് ആയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ പേസ് പരിപ്പ് അതിനകത്ത് ഇച്ചിരിയും കൂടെ ഉണ്ട്. അത് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. കടലപ്പരിപ്പ് നമ്മളിവിടെ വാങ്ങൽ കുറവാണ്. കടലപ്പരിപ്പ് വല്ലപ്പോഴും ഒന്ന് കൊതി തോന്നിയാൽ വാങ്ങുമ്പോൾ അങ്ങനെ 1-2 വട്ടമായിട്ടൊക്കെ വയ്ക്കുക. അപ്പോൾ ഒരു വട്ടം വെച്ചതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വയ്ക്കാൻ വേണ്ടി പോണത്. വൈകുന്നേരം കക്ക മേടിക്കാനുള്ള ഒറ്റ ചിന്തയിലാണ് ഇന്ന് ഉച്ചക്ക്. വേറെ കറികളൊന്നും വാങ്ങാനത്. പിന്നെ നമുക്ക് തൽക്കാലം കഴിക്കാനുള്ള കറി ഇപ്പോൾ ഉണ്ടല്ലോ. സ്റ്റീലിന്റെ പാത്രം ഉണ്ടായി അതെല്ലാം ചെറുതൊക്കെ നമ്മൾ കഴിക്കണല്ലേ. അതിന് മുകളില് ഇട്ട് വെച്ചിട്ടുണ്ടാവുന്ന അറിയില്ല, നോക്കണം. നമ്മുടെ കിളിക്കേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് അവന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കണത്. അപ്പോൾ അതെല്ലാം തെറിച്ച് പോകും. പിന്നെ അത് കൊത്തി പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു സ്റ്റീലിൻ്റെ കുഴിവുള്ള പാത്രം ഉണ്ടാ ചേട്ടൻ ചോദിച്ചത്. അപ്പം നമ്മളിവിടെ എല്ലാം ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. പിന്നെ കുറേ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ പൊക്കത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലത്തെ പാത്രങ്ങളൊക്കെ എല്ലാം നമ്മുടെ കാർഡ്ബോർഡ് പെട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചേട്ടൻ അവിടെ ആ പാത്രം നോക്കുന്നുണ്ടേ. നമുക്ക് കുഴിവെള്ള പാത്രങ്ങളായിട്ടേ പിന്നെ കോപ്പുകളൊക്കെ ആയിട്ടുള്ളതാണ് ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 കുഞ്ഞി പാത്രങ്ങൾ. അതിപ്പോൾ ഇവിടെ കറി എടുക്കാൻ വേണ്ടി വേണമെന്ന് താനും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അവന് വേറെ പാത്രം നമുക്ക് മുകളിൽ നിന്ന് എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇതേ പാത്രം ചേട്ടൻ തപ്പിപ്പിടിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ സൂര്യകാന്തിയുടെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഈ നമ്മുടെ കൂട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ വെള്ളവും ഇതിങ്ങടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ചേട്ടൻ അതെല്ലാം കൂടെ അവിടെ നിന്ന് കഴുകിയിട്ട് പുറത്തു കൊണ്ടുപോയി കഴുകും. പിന്നെ അല്ലാതെ അതൊന്ന് ചുറ്റിച്ച് കഴുകി വളമാണെന്നും പറഞ്ഞിട്ടുണ്ട് ആ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൊണ്ട് തക്കാളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ ഇതിന് കിളിർത്ത് തക്കാളി ഉണ്ടാകാനോന്ന് അറിയാൻ പാടില്ല. അത് മാത്രമല്ല കേട്ടോ, ഈ നമ്മുടെ ഇവൻ ഭയങ്കര വികൃതിയാണ്. ആ കൂടിൻ്റെ ആ പ്ലാസ്റ്റിക് മൊത്തം കൊത്തി ആ താഴെ ഭാഗത്തുള്ളത് ഒരുവിധം എല്ലാം കൊത്തി വെച്ചിട്ട് ഇപ്പോൾ കമ്പി മാത്രമേ ഉള്ളൂ. മൊത്തം അവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതും കൂടെ അതിൽ വീണ് കിടപ്പുണ്ട് കേട്ടോ. ചേട്ടൻ്റെ ഒരു ബുദ്ധി ഏതായാലും സുഖമാണല്ലോ, പുറത്തേക്ക് കൊണ്ടൊന്നും കളയണ്ട. അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ചുറ്റിച്ചേച്ചും നേരെ അങ്ങോട്ട് കൊണ്ടേ ഒഴിച്ചാൽ മതിയല്ല. പിന്നെ പുറത്തും കൊണ്ടേ കഴുകും കേട്ടോ. ഈ കൂടൊക്കെ ക്ലീൻ ചെയ്യണത് മൊത്തം ചേട്ടനാണ് കേട്ടോ. ഞാൻ ഇതിന് ഭാഗത്തോട്ടേ തിരിഞ്ഞു നോക്കാറില്ല. അമ്മയുടെ കുറേ പാത്രങ്ങളൊക്കെ വെച്ചേക്കണ പെട്ടിക്കകത്തു നിന്നാണ് നമ്മൾ ചിമ്പോലൊരു കുഞ്ഞു പാത്രം എടുത്ത് കൊടുത്തത്. അതെല്ലാം തപ്പി വന്നപ്പോഴത്തേക്കും നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു കാസറോളാണ് കേട്ടോ ഇത്. അമ്മയുടെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊന്നൊരു 3-4 വർഷം ആയിട്ടുണ്ടാവും. കാരണം ഞാനൊരു ദിവസം വീട്ടിലുള്ള സമയത്താണ് ഇത് അപ്പം കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ അപ്പം തുടങ്ങി ഞാൻ ഈ കാര്യം മറന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടി തപ്പിയപ്പോഴത്തേക്കുമാണ് ഇത് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ഇതങ്ങോട്ട് മുക്കി. കാരണം ഇതെന്തായാലും അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കണില്ല. അപ്പോൾ വെറുതെ ഇനി വെച്ചേക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് അടിച്ച് മാറ്റി കേട്ടോ. അപ്പനോട് ഞാൻ ചോദിച്ചിട്ട് ഞാനിത് എടുക്കുന്നുണ്ടെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞു. പിന്നെ വഴക്കൊന്നും പറയില്ല, കാരണം ഇത് ഉപയോഗിക്കാൻ ഇനി വേറെ ആരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അത് അങ്ങോട്ട് എടുത്തു. ഇത് അപ്പന് നമ്മുടെ കലാകൈരളി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് കേട്ടോ അത്തിപ്പൊടിയിൽ. കുറച്ച് പാട്ടൊക്കെ പാടുന്ന ആൾക്കാരും കൂടെ നടത്തുന്ന ഒരു സംഘടന. അപ്പോൾ അവിടെ എന്തോ പാട്ട് മത്സരത്തിന് അപ്പന് ഫസ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും സമ്മാനമായിട്ട് കിട്ടിയ സംഭവമുണ്ട് ഇത്. കിട്ടിയിട്ടൊരു 3-4 വർഷമായി. പിന്നെ അതങ്ങനെ എടുക്കാണ്ട് വെച്ചേക്കണേർന്ന് ഇപ്പം ഞാനിനി ഉപയോഗിക്കാൻ തുടങ്ങാമെന്ന് ഓർത്തത്. അങ്ങനെ പിന്നെ അതുകൊണ്ട് നൈസായിട്ട് ഒതുക്കി പാകത്ത് വെച്ചിട്ട് പരിപ്പടപ്പത്താക്കാമെന്ന് കരുതി അടുക്കളയിലോട്ട് വന്നപ്പോൾ ചേട്ടൻ വന്നേക്കണ നാരങ്ങ വെള്ളം കലക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി തനിയെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ആൾ തനിയെ നാരങ്ങ വെള്ളം കലക്കാനുണ്ട്. അപ്പോൾ എനിക്കൊരു ഗ്ലാസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോഡ വെച്ചിങ്ങനെ കുടിച്ചാണ്.
ഞങ്ങൾ തുടങ്ങിക്കൊള്ളാണോ? ഇതൊന്നും ഉപ്പൊന്നുമില്ലല്ലോ. മതി. തണുപ്പ് എത്ര ഉപ്പുണ്ടാവും? ഇത് ഭയങ്കര തണുപ്പ്. ഐസ് പൊങ്കാൻ കണ്ടില്ലോ. ഇത് മതി. കൊള്ളൂല. അത് രണ്ടിലും പഞ്ചസാര സന്തോഷം. പഞ്ചസാര എനിക്ക് ഇഷ്ടം. എനിക്ക് ഉപ്പിട്ട സോഡ മാത്രം ഇഷ്ടമുള്ളൂ. എനിക്ക് തണുത്ത സോഡ ഉപ്പിട്ട് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ നമ്മൾ ഈ സർബത്ത് കുടിക്കൂലേ, അപ്പോൾ അവർ ചോദിക്കൂലേ സോഡ വേണം വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാനെടുത്ത വായിക്കും ഫസ്റ്റ് തന്നെ സോഡ വേണമെന്ന് പറയും കേട്ടോ. പക്ഷേ ഞാൻ ആ ഒരു ഫുള്ള് ഗ്ലാസ് കുടിക്കൂല കേട്ടോ. അവരാണെങ്കിൽ വലിയ ചിമുട്ട് ഗ്ലാസ്സിലാണ് തരുവുള്ളൂ. പക്ഷേ എനിക്കതെല്ലാം കുടിക്കാൻ പറ്റില്ല. പിന്നെ ഞാനൊരു 3/4 ഭാഗമൊക്കെ കുടിച്ചിട്ട് ചേട്ടന് കൊടുക്കും കേട്ടോ. ചേട്ടൻ പിന്നെ എത്ര വേണമെങ്കിലും കുടിച്ചോളൂ. എനിക്കാണെങ്കിൽ അത് വലിയ ഗ്ലാസ്സിൽ കുടിക്കുമ്പോൾ അങ്ങോട്ട് വയറും കൂടെ നിറയണ പോലെ തോന്നും. അങ്ങനെ പിന്നെ പരിപ്പ് അടപ്പത്താക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യത്തിലോട്ട് കടന്ന് ഞാൻ ഇന്നലെ കുറച്ച് നെയിൽ പോളിഷൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെയിൽ പോളിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വാങ്ങി വെക്കണതൊക്കെ എല്ലാം ആമിയും ആലുക്കുട്ടിയൊക്കെ കൂടെ കട്ടയാക്കി കളയും. ആലു അങ്ങനെ അധികം എടുക്കാറില്ല. ആമിയാണ് കേട്ടോ 24 മണിക്കൂറും എപ്പോഴും കണ്ടു കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴപ്പോഴേ എടുത്തടിക്കും. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഈ വാങ്ങിയേക്കണതെങ്കിലും ഇനി കാണിക്കാതിരിക്കാമെന്ന്. കാരണം ഞാൻ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇതുങ്ങൾ തന്നെ എവിടെന്നെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് പോയി എവിടെ കൊണ്ട് ഏത് ഗുദാമിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാലും ആമിക്കുട്ടി അത് കണ്ടുപിടിക്കും. പിന്നെ ഞാൻ അടിക്കുമ്പോഴത്തേക്കും എൻ്റെ കൈ ശ്രദ്ധിക്കും. ഇപ്പം ഇന്ന് ഞാൻ അടിച്ചില്ലേ, ഇന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേരെ കള്ളി ക്യൂടെക്സ് അടിച്ചല്ലേ എന്ന് പറയും ആദ്യം തന്നെ. അപ്പോൾ ഞാനൊരു 4 വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്കിലും ഇനി ഒതുക്കി കൊണ്ട് പാകത്ത് വയ്ക്കണം, കാണിക്കാതിരിക്കാം എന്നൊക്കെ ഓർത്തിരിക്കണം. ഇനി എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ മാത്രം അടിച്ചു കൊടുക്കാം എന്നൊക്കെ ആലോചിച്ചിരിക്കണേണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെയിട്ടും. ഇന്നലെ കാണിച്ചതല്ലാണ്ട് പിന്നെ എവിടെ വെച്ചേക്കണമെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന നെയിൽ പോളിഷൊക്കെ നമ്മുടെ നെയിൽ റിമൂവർ കൊണ്ട് കളഞ്ഞു കേട്ടോ. പച്ചേ വരുമ്പോൾ തന്നെ ചോദിക്കും കേട്ടോ ഒരാൾ, അമ്മ ക്യൂടെക്സ് അടിച്ചാ ആമിയേ എനിക്കെന്തായാലോ കടിച്ചു തരോ? എന്നിട്ട് അടിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എവിടെയെങ്കിലും കൂടെ തൂത്തിട്ടും പിന്നെ വരും, ഇവിടെ അടിച്ചു തരുമോ അമ്മ, ഈ അറ്റത്ത് പോയി ഇവിടെ അടിച്ചു തരുമോ? ജാലമുക്കിയതുപോലെ ഉണ്ടോ? ഇല്ലല്ലോ. ടിങ് ടിങ്. എനിക്കാണെങ്കിലേ കയ്യിൽ നെയിൽ പോളിഷ് ഇല്ലെന്നാണെങ്കിൽ പിന്നെ എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും കയ്യിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടൊരു കളർ അടിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ഞാൻ വെക്കും, ഒരു ഇച്ചിരി പൊളിഞ്ഞൊക്കെ പോയാലും ഞാൻ അങ്ങനെ തന്നെയൊക്കെ വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും കൂടെ കളഞ്ഞ് വേറെ അടിക്കും. അപ്പോൾ നിലവിൽ എനിക്കൊരു 3 ഉണ്ടായിരുന്നു. അതിൽ 2 നമ്മുടെ ആമിക്കുട്ടി കട്ടയാക്കി കളഞ്ഞു കേട്ടോ. ഇപ്പോൾ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതെങ്കിലും സൂക്ഷിച്ച് വെക്കാമെന്ന് കരുതി ഇരിക്കണേ ഞാൻ. പക്ഷേ ഇല്ലേ, ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഡെയിലി നെയിൽ പോളിഷ് അടിക്കരുതെന്നാണ് പറയണത്. ഇടയ്ക്കൊന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ നഖത്തിനേക്ക് ഒന്ന് ഫ്രീ ആയിട്ട് അതിനൊരു റിലീഫ് കൊടുക്കണമെന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. ഒരു ദിവസം എന്തോ ടി വിയിൽ എന്തോ ഒരു പരിപാടിയിൽ ഇതുപോലെ ഞാൻ ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനത്തെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ നെയിൽ പോളിഷൊക്കെ അടിച്ചിട്ടില്ലേ, ഞാൻ പിന്നെ എന്താ ചെയ്യണമെന്ന് അറിയാമോ? പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടേ ഒന്ന് കാണിക്കും, നനക്കും. അപ്പോൾ കുറച്ചിങ്ങനെ പെട്ടെന്ന് ഉണങ്ങണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ അങ്ങനെ ചെയ്യും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ വന്ന് പരിപ്പ് 2-3 വിസിലടിച്ച് ഓഫാക്കിയിട്ടിട്ടാണ് ഞാൻ അപ്പുറത്തേക്ക് പോയത്. അപ്പോഴത്തേക്കും പരിപ്പ് ആവിയൊക്കെ പോയിട്ട് വെന്ത് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് ഒരുപാട് ഇങ്ങനെ വേവിക്കൂല കേട്ടോ. കുറച്ചിങ്ങനെ എന്താ പറയുക കണ്ണും മുഴിച്ചിരിക്കണ പോലെ എടുക്കുകയുള്ളൂ. അങ്ങനെ പരിപ്പ് വെന്ത ശേഷം വേഗം താളിക്കാൻ വേണ്ടി ചട്ടറാത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടി വഴറ്റിയെടുക്കണേ.
ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കടലപ്പരിപ്പ് ഒലുത്തുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുരുമുളക് പൊടി ചേർക്കാറുണ്ട്. ഒരുപാടല്ല കേട്ടോ, ഇച്ചിരി ഒരല്പം മാത്രം. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ആ വെള്ളത്തോട് കൂടി തന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. പീസ് പരിപ്പ് വെക്കുമ്പോഴത്തേക്കും ഞാൻ നല്ല എന്താ പറയുക പായസം പോലെ വെക്കുകയുള്ളൂ കേട്ടോ. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ പിള്ളേർക്ക് ചോറ് കിട്ടണ നേരത്ത് മാത്രം ഒരു വേവ് നിർത്തിയെടുക്കുകയുള്ളൂ. കടലപ്പരിപ്പ് പക്ഷേ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് എപ്പോഴും വെക്കാറ്. അപ്പം നമ്മുടെ കടലപ്പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചോറും കറികളൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാമെന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്ക് അപ്പം വന്നിട്ട് അങ്ങനെ അപ്പനും ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഇതേ ചേട്ടൻ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങണേണേ. വെള്ളയുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞ കളറല്ലേ, ഒരു ക്രീം കളർ പോലത്തെ. അങ്ങനെ ചേട്ടൻ പോയ പുറകിന് ഇതേ മിക്കിക്ക് ചോറ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല. അപ്പോൾ അപ്പൻ എൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തിന് പുഞ്ഞാരിപ്പിച്ചാലൊക്കെ കഴിക്കുള്ളൂ ആൾ. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുമ്പോഴൊന്നും കഴിക്കില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണം, എന്നാലാണ് അവൻ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ഇനി ഉച്ച കഴിഞ്ഞ് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് കിടക്കാമെന്ന് കരുതിയിട്ട് ഞാനൊന്ന് കിടക്കാൻ വേണ്ടി പോകണുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.